ഇന്ന് ഞാൻ മൂക്ക് കുത്താൻ പോവാണ്. ഡാഡിയുടെ പോലത്തൊരു താല്പര്യക്കുറവ്. എനിക്കങ്ങനെ അതിനെ പറ്റിയൊന്നും അറിയില്ല, അമ്മയ്ക്ക് അറിയില്ല. എവിടെങ്കിലും കുത്തിക്കുക, അത് സ്റ്റൈലായിക്കോട്ടെ. അയ്യാ അയ്യോ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവും. ഞാൻ അങ്ങനെ മൂക്ക് കുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ കട്ടിട്ടുണ്ടാവും. വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓവറല്ല. പക്ഷെ ആ കുത്തിയൊരു ടൈമിൽ ഇവിടെ ഒട്ടാകെ എന്തോ മതിരായിപ്പോയി എനിക്ക്. എന്നിട്ട് അങ്ങനെ പിടിച്ചെന്ന് ഒരു അത്ര വേദനയൊന്നുമില്ല. പിന്നെ അപ്പം ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുള്ളൂ. കുത്തിയൊരു കരയുന്നതായിരിക്കുമല്ലോ. എൻ്റെ ഒരു ഡ്രീം എനിക്ക് കുറച്ച് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഡ്രീമായിരുന്നു. മൂക്ക് കുത്തണം, അത് റിങ് ആക്കണം, എന്നിട്ട് മുടി ലെയർ അടിക്കണം. എന്നാൽ മുടി ലെയർ അടിച്ചു. അത് ആ വിഷുവിൻ്റെ വ്ളോഗിൽ അത്ര കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ വെളിച്ചെണ്ണ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ലെയർ അടിച്ചെങ്കിൽ ഇപ്പോൾ മൂക്ക് കുത്തി. ഇനി ഇതെടുത്തിട്ട് ഒരു 15 ദിവസമായി കഴിഞ്ഞ് എനിക്ക് റിങ് എടുത്തിടാൻ പറഞ്ഞു. അപ്പോൾ അമ്മ റിങ് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കൊരു ബോധോദയം അങ്ങനെ പറഞ്ഞൂടെ, എനിക്കെന്തോ ഒന്ന് ഒരു ഇത് വന്നപ്പം ഞാൻ ആലോചിച്ച് ഇട്ടൊക്കെ നോക്കിയതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചറിഞ്ഞു, ഓള് മൂക്കുത്തിയുണ്ട്. അപ്പോൾ ഓള് കുത്തിയിട്ട് കുറേ ആയിട്ട് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് കുത്താൻ തന്നെ ഞങ്ങളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരേ ഒരു ടൈമിൽ. അപ്പോൾ ഓൾ ആദ്യം കുത്തി, വെക്കേഷൻ്റെ ഒരു തുടക്കത്തിൽ കുത്തി. അപ്പം ഓള് പറഞ്ഞ് ഓളിക്ക് സപ്പോർട്ടായി നിന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായി, കുത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. ഒരു ഇത് കാരണവും പിന്നെ ഓളിനെ കുറേ ഇങ്ങനെ കുത്തിക്കടി കുഴപ്പമില്ല ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ കുത്താം. പക്ഷെ എന്നാലും ഡ്രസ്സ് മാറ്റാച്ചാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കും, അയ്യോ എന്താണ് രസം ഉണ്ടാവോ, വേണോ വേണ്ടേ എന്നൊക്കെ. പക്ഷേ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. രസം ഉണ്ടാവും, ഇത് നോക്കണ്ട, ഞാനിത് റിങ് ആക്കും എന്നാലും. പക്ഷെ ഓളെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാട്ടി ഓള് പറഞ്ഞ് ഇത് രസമുണ്ട് എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ മൂക്ക് കുത്തിയതിനെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്താണ്? ഞാൻ അന്നേ പറയല്ലേ എന്നോട് കുത്തിക്കോളെ. അപ്പം അന്ന് എനിക്ക് പേടിയേനെ, നന്നാവോ സ്റ്റൈലുണ്ടാവോ ഇതുണ്ടാവോ എന്നൊക്കെ. പക്ഷെ നല്ല ഭംഗി. അതൊരു കാര്യമാണ് കേട്ടോ. അമ്മ എന്നോട് കുറേ ആയി പറയണേ മൂക്ക് കുത്തിക്കോ എന്ന്. പക്ഷെ എനിക്ക് പേടിയായിട്ടാണ്. പിന്നെ എനിക്ക് ചേരുമോ എന്നുള്ളത്. എനിക്ക് ഈ മൂക്കിന് തീരെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് റിങ് വാങ്ങിച്ചിട്ടുണ്ട്. റിങ് അല്ല, ജെ ടൈപ്പ്. ശരിയാ, അതിടും ഞാൻ. അത് ഒക്കെ വാങ്ങിച്ചാണ്. ഇനി 10 പാസ്സാകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേന്. പക്ഷെ അപ്പോൾ കുത്തിയനെ കൊണ്ട് വേഗം തരാം. അതെടുക്കാൻ പോകുമ്പോൾ ഞാൻ ഉണ്ടേനി. അതെനിക്ക് 10 പാസ്സാകുമ്പോൾ തരാൻ വേണ്ടി ഇത് വാങ്ങി വെച്ചതും അല്ലേനി. അത് അമ്മയ്ക്കൊരാഗ്രഹം വന്നപ്പോൾ പോയി വാങ്ങിയതാ. സംഭവം അതാണ്. അല്ല, കുറിയിലുണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറേ മൂക്കുത്തിണ്ട് കേട്ടോ. അമ്മ നിങ്ങൾ വിചാരിക്കണ അമ്മയ്ക്ക് എത്ര മൂക്കുത്തി, 3 മൂക്കുത്തി തന്നെ. എന്തായാലും കൊള്ളാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാട്ടി കൊടുത്തു വീഡിയോ കോളിൽ. ഗൈസ്, അങ്ങനെ എൻ്റെ ആഗ്രഹം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മറ്റേ വ്ളോഗിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഏച്ചിയൊക്കെ പോയി കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് ഈ സംഭവം ചെയ്യുന്നത്. നിങ്ങൾ ചെണ്ട കൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ടോ, അത് അച്ഛനാണ് കേട്ടോ. അപ്പം ഇത് ഏച്ചിയൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനിത് കുത്തുന്നത്. അച്ഛമ്മേ, ഞാൻ മൂക്ക് കുത്തിനെ പറ്റി അച്ഛമ്മയുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. നോക്കട്ടെ, നല്ല കണ്ട് എങ്ങനെ ചെയ്യേണ്ടത്. മൂക്കിനെ കാണുന്നില്ല. മൂക്ക് ചെറുതാണ്. ചെറുതാണ്.
ആ അച്ഛമ്മ മൂക്കൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. അച്ഛമ്മ കുത്തിയില്ല, എൻ്റെ 2 ആൻറ്റിമാരും കുത്തിയിട്ടില്ല. എൻ്റെ അമ്മ കുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏച്ചി സനു ഏച്ചി കുത്തിയിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിൻ്റെ ടൈമിൽ. പിന്നെ ഏച്ചീൻ്റെ ആ പഴുത്തൊക്കെ വന്നതുകൊണ്ട് ഏച്ചി പിന്നെ കുത്തിയിട്ടില്ല. അപ്പം ഞാനും ഇപ്പോൾ കുത്തിയിരിക്കുന്നതിന് പഴുക്കുമെന്നുള്ളൊരു പേരുണ്ട്. ഉപ്പ് വെള്ളം ഇടാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഇടണം. ഞാൻ ഇവിടെ വരെ മാറ്റാൻ അല്ല വേണ്ട, അവിടേക്ക് കൊണ്ടുപോയി മാറ്റാം. എൻ്റെ ആഗ്രഹങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാലുള്ള 2 ആഗ്രഹങ്ങളും നടന്നിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ എനിക്ക് കഴിഞ്ഞെങ്കിൽ എൻ്റെ 2 ആഗ്രഹങ്ങളാണ് എനിക്ക് ഉണ്ടായത്. അത് ഞാൻ അങ്ങനെ നടന്നു കഴിഞ്ഞു. ഇതിനെല്ലാത്തിനും കൂടെ ഉണ്ടായ എൻ്റെ ഫാമിലി അവരുള്ളതുകൊണ്ടാണ് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും നടക്കാതെ പോകാറില്ല, എല്ലാം നടക്കാറാണ്. അതുകൊണ്ട് തന്നെ അവരോട് വലിയ താങ്ക് യു പറയാനായിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ അച്ഛനോട് അവിടെ നിന്ന് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ഛനോട് കുത്താനൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ച് വേനുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പം അങ്ങനെ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ അന്നത്തെ ആ ഒരു വീഡിയോയും ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.